ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിൻ്റെ 26-ഉം 27-ാം വാക്യങ്ങൾ വായിച്ചട്ടെ. ഈ ജനത്തിൻ്റെ അടുക്കൽ ചെന്ന് അവരോട് പറയേണ്ടത്, നിങ്ങൾ ചെവി കൊണ്ട് കേൾക്കും, എന്നാൽ ഗ്രഹിക്കുകയില്ല; കണ്ണുകൊണ്ട് കാണും, എന്നാൽ തിരിച്ചറിയുകയുമില്ല. കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനം തിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിൻ്റെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. അവരുടെ ചെവി കേൾക്കുവാൻ മന്ദമായിരിക്കുന്നു, കണ്ണ് അടഞ്ഞിരിക്കുന്നു. ആകയാൽ ദൈവം മതി. ഈ ജനത്തിൻ്റെ അടുക്കൽ ചെന്ന് അവരോട് പറയേണ്ടതിന്, നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കുന്നില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടും മനസ്സിലാക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ ഞാൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അതായത് ഇവിടെ പറയുന്നത്, ഈ സൗഖ്യത്തിനുള്ള കാരണങ്ങൾ കേൾക്കണം, ഗ്രഹിക്കണം, മനം തിരിയണം എന്നൊക്കെയാണ് പറയുന്നത്. ഹൃദയം കൊണ്ട് തിരിയണം, അല്ലെങ്കിൽ മനം തിരിയുകയൊക്കെ ചെയ്താൽ മാത്രമേ സൗഖ്യമാക്കൂ എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ കണ്ണുകൊണ്ട് കണ്ടിട്ട് കാണണം, ഗ്രഹിക്കണം, കേൾക്കണം, ഗ്രഹിക്കണം, ചെവി കൊണ്ട് കേട്ടിട്ടും അതായത് കേൾക്കണം, ഗ്രഹിക്കണം, കാണണം, മനസ്സിലാക്കണം, പിന്നെ ഹൃദയം തിരിക്കണം. ഇതെല്ലാം ചെയ്താൽ മാത്രമേ സൗഖ്യമാക്കൂ എന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, അതിനിപ്പോൾ രോഗമൊന്നുമില്ല, പിന്നെ എന്നാ സൗഖ്യമാക്കേണ്ടുന്ന വിഷയം? അത് വചനം പറയുന്നത് സൗഖ്യമാക്കുകയല്ല എന്ന് പറഞ്ഞാൽ, തിരുവത്താഴമൊക്കെ യോഗ്യമായിട്ട് എടുത്തില്ലെങ്കിൽ ആദ്യം ബലഹീനത വരും, ഒരു സമയം കഴിയുമ്പം അത് രോഗമാകും, പിന്നെ അത് മരണമായി തീരും എന്നൊക്കെയുണ്ട്. അത്താഴം പഴങ്കഞ്ഞിയാക്കിയവർ, അത്താഴം ഊണാക്കിയവർ, അത്താഴം കാപ്പിയാക്കിയവർ ഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ പാസ്റ്റർ രാവിലെ 8 മണിക്ക് പ്രാർത്ഥിച്ച് തന്നാലും 10 മണിക്കും 11 മണിക്കും 12 മണിക്ക് പ്രാർത്ഥിച്ച് തന്നാലും അത് അത്താഴമാകും എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുന്നില്ലെന്ന് അതിനർത്ഥം. വാക്കിൻ്റെ അർത്ഥം പോലും ഗ്രഹിക്കുന്നില്ല. അത്താഴം, അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുന്നില്ല. ഇതിപ്പം നമ്മൾ ഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാം. പത്രോസിൻ്റെ സീറ്റിൽ ഇരിക്കുന്നതാണെന്നാണ് പറയുന്നത് പൗരോഹിത്യ മതങ്ങളുടെ തലപ്പൻ. പത്രോസിൻ്റെ കസേര, അങ്ങേരുടെ കഴുത്തിൽ ഒരു താക്കോലും ഉണ്ട്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലാണെന്നാണ് പറയുന്നത്. കയ്യിലൊരു മോതിരമുണ്ട്, അധികാരത്തിൻ്റെ മോതിരമാണ്. പക്ഷെ പത്രോസ് പറഞ്ഞത് എന്നാന്ന് അപ്പോസ്തല പ്രവൃത്തി 3:6 വായിച്ചേ. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അതായത് വെള്ളിയും പൊന്നും എനിക്കില്ലെന്ന് പറഞ്ഞപ്പം അത് നേതാക്കന്മാരുടെ കയ്യിലുണ്ട്, കഴുത്തലും ഉണ്ട്. എനിക്കുള്ളത് ഞാൻ തരാമെന്ന് പറഞ്ഞപ്പോൾ അതൊട്ട് നേതാക്കന്മാരുടെ കയ്യിൽ ഇല്ല താനും. അപ്പോൾ അത് എന്നാ നേതാവാ? ഇത് ഗ്രഹിക്കുന്നില്ലെന്നുള്ള അതിൻ്റെ കാര്യം. AD 500 ഇന്നത്തെ ദമാസ്കസിൽ വെച്ച് നടന്ന സുന്നകദോസിൽ ഉണ്ടായതാണ് ഇന്നത്തെ പൗരോഹിത്യ മതങ്ങൾ. അതാണ് അതിൻ്റെ തുടക്കം. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചപ്പോൾ 41-42 വായിച്ചേ. അവന്റെ വചനം സ്വീകരിച്ചവർ സ്നാനമേറ്റു. അന്ന് ഏകദേശം 3000 ആളുകൾ അവരോട് ചേർന്നു. ഈ 3000 ആളുകളെ ചേർത്തവൻ്റെ പേര് പെൻഡാഗോസ്റ്റ് എന്നാണ്. പെൻഡാഗോസ്റ്റ്, 50-ാം നാളിൽ ഇറങ്ങി വന്ന ആത്മാവ്, പരിശുദ്ധ ആത്മാവ്. ഈ പെൻഡാഗോസ്റ്റ് ഒന്നും അല്ല ഇന്നത്തെ പെന്തിക്കോസ്. ന്യൂ ജനറേഷൻ വിരുന്നുകളും ഇതൊന്നുമല്ല. ഈ ദൂരപ്രദേശങ്ങളൊന്നും പെൻഡാഗോസ്റ്റ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കിക്കോണം, ഈ പെൻഡാഗോസ്റ്റ് ഒന്നും അല്ല ഇന്നത്തെ പെന്തിക്കോസ്. ഈ പെൻഡാഗോസ്റ്റ് സഭ AD 300 വരെ ശക്തമായിരുന്നു. പിന്നെ ദൈവം തന്നെ അതിനെ അങ്ങ് മറച്ചു. അതുകൊണ്ടാണ് ഈ ആദ്യത്തെ പേരുള്ള സഭകളൊന്നും പിന്നെ ഇല്ലാതെ പോയത്. പിന്നീട് AD 1800-കളിൽ അമേരിക്കൻ ഐക്യനാടുകളിലാണ് ഈ ഉണർവ് ശക്തമായതും പിന്നെ ഇത് ലോകം മുഴുവൻ പടർന്നു പിടിച്ചതും. ഈ പൗരോഹിത്യ മതങ്ങൾക്ക് പെൻഡാഗോസ്റ്റിൽ എന്നാ പങ്ക്? ബെന്തിക്കോസ് അല്ല, അല്ലെങ്കിൽ പെന്തിക്കോസ് അല്ല, പെൻഡാഗോസ്റ്റ്. ഇപ്പോൾ സിലോൺ ബെന്തിക്കോസും മറ്റേ ബെന്തിക്കോസും മറിച്ച ബെന്തിക്കോസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ബെന്തിക്കോസും പെൻഡാഗോസ്റ്റും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ കണ്ടില്ലേ AGയുടെ അടി, AGയുടെ ബാംഗ്ലൂർ ഭയങ്കര അടി, ഗുണ്ടകളെ ഇറക്കി അടി, IPCയിലടി. ഇതൊക്കെ എങ്ങനെയാണ് പെൻഡാഗോസ്റ്റ് ആകുന്നത്? ഇത് നയിക്കുന്നവർക്ക്
പരിശുദ്ധാത്മാവിനാൽ പെൻറ്റാഗോസ്റ്റിനാൽ ആണെങ്കിൽ എങ്ങനെയായി ആളുകളെ ഇറക്കാൻ പറ്റുന്നത്, എങ്ങനെയായി അടിപിടി വെക്കാൻ പറ്റുന്നത്? ബാംഗ്ലൂരെ അടിയുടെ വലിയ ചരിത്രമായി ലോകം മുഴുവൻ എത്തിക്കൊണ്ടിരിക്കുക. ഈ ന്യൂ ജനറേഷൻ സഭകളൊക്കെ നേതാവായി നിൽക്കണം, എന്നാലേ അത് യോഗ്യമായി പോകുള്ളൂ. അടിമയായി നിന്നോണം. ന്യൂ ജനറേഷൻ സഭകളിലൊക്കെ ശുശ്രൂഷകരുടെ യോഗ്യത എന്താണെന്നറിയാവോ? ശുശ്രൂഷകരുടെ യോഗ്യത ഒന്നെങ്കിൽ തങ്ങളുടെ കുടുംബക്കാരനായിരിക്കണം, അല്ല തങ്ങളുടെ അടിമയായിരിക്കണം. ഇതൊക്കെ വരുമ്പം ഇതെങ്ങനെയാണ് ഇത് പെൻറ്റാഗോസ്റ്റ് ആകുന്നത്? എൻ്റെ അടിമയായി നിന്നോണം, അല്ല ഞങ്ങളുടെ കുടുംബക്കാരനായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൻ്റെ സഹോദരനെ കൊണ്ടുവന്നിട്ടല്ലേ അധികാരം ഏൽപ്പിക്കേണ്ടത്? അല്ലെങ്കിൽ അങ്ങനെയല്ല വേണ്ടത്. അതേസമയത്ത് ഇപ്പോൾ ഇങ്ങനെയാണ്. അപ്പം പാസ്റ്ററാണെ മകനെ കൊണ്ടുവന്ന് മകനെ എങ്ങനെയെങ്കിലും ഒന്നാമത് വിളിയില്ലാത്തവനാണെ ഉന്തി ഉരുട്ടി കൊണ്ടുവന്ന് ഏൽപ്പിക്കുക. അവസാനം എന്നാ ഉള്ളതിൻ്റെ നാലിലൊന്നും ഇല്ലെന്നായി പോവും, ഉള്ളതിനെ പോലും കൊണ്ടുനടക്കാൻ മേലെന്നാവും. അപ്പോൾ അതിനകത്ത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പെൻറ്റാഗോസ്റ്റ് അല്ല ഈ കാണുന്ന പെന്തക്കോസും ഈ ന്യൂ ജനറേഷനും ഒന്നും. ഇതൊക്കെ വേറെ സംവിധാനങ്ങളാണ്. ഭക്തന് വേണ്ടി ദൈവം ഒരു ചെങ്കടൽ തുറന്നാൽ എന്ന് പറഞ്ഞാൽ വഴിയില്ലാത്തടത്തൊരു വഴി തുറന്നാൽ അത് ഭക്തന് വേണ്ടി മാത്രം തുറക്കുന്നതാണ്. ഈ കാണാത്തിടത്തടത്ത് കാണാത്ത കാര്യം കണ്ടാൽ അതിൻ്റെ പുറകെ ഇറങ്ങിയാൽ അത് ഫറവോനാണെങ്കിലും കൊല്ലപ്പെടുമെന്നുള്ളത് വചനത്തിൻ്റെ വ്യവസ്ഥയാണ്. അതായത് ഭക്തന് വേണ്ടി ദൈവം ഒരു വഴി തുറന്നാൽ അത് വഴിയില്ലാത്തടത്ത് തുറക്കും ചിലയിടത്ത്. അതിനൊക്കെ എതിരായിട്ട് പോയി കഴിഞ്ഞാൽ അത് ഫറവോനാണെ പോലും അവൻ കൊല്ലപ്പെടും. ഭക്തന് വേണ്ടി ദൈവം അസാധാരണമായ വഴികൾ, ആരും കാണാത്ത സാധ്യതകൾ തുറക്കും. അതിലെ ഈ ഭക്തനല്ലാത്ത ഒരുത്തൻ ഇറങ്ങിച്ചെന്നാൽ എന്ന് പറഞ്ഞാൽ അവൻ സഭയിലാന്ന് വേണ്ട കാര്യമൊന്നുമില്ല, അവൻ ഈ അസാധാരണ വഴികൾ തുറക്കുമ്പോൾ അതിനകത്ത് പോയി ഇറങ്ങിയാൽ കുടുങ്ങും. ഉദാഹരണം പറഞ്ഞാൽ ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടു. ആ ദാനിയേലിനെ അല്ലാത്തവന്മാരെ കൊണ്ടേ അങ്ങോട്ട് താഴോട്ട് ചെല്ലുന്നതിന് ഇപ്പോൾ സിംഹം ശരിയാക്കി തിന്നു. അതുപോലെ തന്നെ ശദ്രക്കിനെ, മേശക്കിനെ, അഭിനഗോദിനെ തീക്കകത്തിട്ടു. അവർക്ക് തീയുടെ പാട് പോലും ഏറ്റില്ല. എന്നാൽ അവന്മാരെടുത്തോണ്ട് പോയവന്മാരെയും അസൂയക്കാരെയും ഒക്കെ തീ ദഹിപ്പിച്ച് കളഞ്ഞു. അസൂയക്കാരെ അങ്ങോട്ട് ഇട്ടപ്പോൾ തന്നെ അവന്മാർ ചാരമായി പോയി. ഇസ്രയേൽ ജനത്തിനു വേണ്ടി ഒരു യുദ്ധത്തിൽ, അവരുടെ ഒന്നാം അറബ് യുദ്ധത്തിൽ ഇസ്രയേൽ ജനത്തിനു വേണ്ടി കാട്ടുകടന്നലിറങ്ങിയ ചരിത്രം ഈ കാലഘട്ടത്തിലുണ്ട്. ഇത് കഥയൊന്നുമല്ല, ചരിത്ര സംഭവമാണ്. ഈ 5 ലക്ഷത്തോളം പട്ടാളക്കാർ, ഈജിപ്റ്റ് പ്രസിഡന്റ് ഹോസ്നി മുബാറക്കിൻ്റെ നേതൃത്വത്തിൽ 5 ലക്ഷത്തോളം പട്ടാളക്കാർ ഒരു യുദ്ധത്തിൽ ഇസ്രയേലിനെതിരെ വന്നപ്പോൾ, ഗോലാൻ കുന്നുകളിൽ വന്നപ്പോൾ കാട്ടുകടന്നലിറങ്ങിയ യുദ്ധം ചെയ്തത്. ഇതൊക്കെ തൻ്റെ ഭക്തന് വേണ്ടി ദൈവം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ അറിയാൻ മേലാത്ത കാര്യത്തിനകത്ത് ദൈവം സ്വാഭാവികമായി ഇപ്പോൾ ചെങ്കടലിനകത്തൊരു വഴി തുറന്ന് ഒരുത്തൻ അതിനകത്തൂടെ ഇറങ്ങി അക്കരെ പോകുന്നത് കണ്ടാൽ വിശ്വാസിയാണെങ്കിലും ജാതിയാണെങ്കിലും അതിനകത്ത് പോയി ഇറങ്ങാതെ ദൂരെ നിന്നാൽ മതി. അതിനകത്ത് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ എന്നാ, ദൈവം അങ്ങനെ ഒരു പദ്ധതി ചെയ്യുമ്പോൾ അവൻ കള്ളനാണ്, കൊള്ളക്കാരനാണ്, അവനെ അവിടെ പെടുത്തണം ഇവിടെ പെടുത്തണം എന്നും പറഞ്ഞ് അവൻ്റെ പുറകെ പോകാതിരുന്നാൽ മതി. അവൻ്റെ പുറകെ പോയാൽ ദൈവം ഈ പോകുന്നവനെ പെടുത്തും എന്നുള്ളതാണ് സത്യം. സത്യം പറഞ്ഞാൽ കേരളത്തിലെ 2 ജില്ലകളുടെ വലിപ്പമുള്ളൂ ഈ ഇസ്രായേൽ എന്ന രാജ്യം. പക്ഷേ ദൈവം അവനെ നടത്തുന്നത് കൊണ്ടാണ് മറ്റ് രാജ്യങ്ങൾക്ക് അവനെ തൊടാൻ പറ്റാത്തത്. അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ചെങ്കടൽ ദൈവം പിളർന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ദൈവം ജോർദാൻ പിളർന്നു കൊടുത്തത്. അവർക്കാണ് ദൈവം മരുഭൂമി മന്ന കൊടുത്തത്. അവർക്കാണ് ദൈവം പകല് മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും കൊണ്ടുപോയത്. അവരെ ആ 40 വർഷം മരുഭൂമി സംരക്ഷിച്ചത്. അവരെ ദൈവം ഇടയ്ക്കിടയ്ക്ക് ഓരോ ശിക്ഷയൊക്കെ കൊടുത്തെങ്കിലും, ശിക്ഷണം കൊടുത്തെങ്കിലും, വെളിയിൽ ഒരുത്തനെ കൊണ്ട് ദൈവം അനുവദിക്കുമ്പോഴല്ലാതെ ദൈവം ഒന്നും ചെയ്യിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നും ആ ജനം ഇത്രയും ശക്തമായി നിൽക്കുന്നത്. അതുകൊണ്ട് ഈ പെൻറ്റാഗോസ്റ്റ്, പരിശുദ്ധ ആത്മാവ്, 50 നാളിൽ ഇറങ്ങി വന്ന ആത്മാവല്ല ഇന്ന് കാണുന്ന പെന്തിക്കോസ്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ഈ ജനത്തിൻ്റെ അടുത്ത് വന്നിട്ട് ജനം കാണുകയും കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ, ഇന്നത്തെ പെന്തിക്കോസിനോടും പറയട്ടെ, ഇത് നിങ്ങളെ വിട്ട് അടുത്ത ആളിലേക്ക് പോകും. നിങ്ങളിത് കാണുന്നില്ല, കേൾക്കുന്നില്ല, ഗ്രഹിക്കുന്നില്ല. നിങ്ങൾ കുറച്ച് ബൈബിൾ പ്രസംഗിക്കുന്നു, ബുദ്ധിയിൽ പഠിക്കുന്നു, പ്രസംഗിക്കുന്നു, ബുദ്ധിയിൽ കുറേയൊക്കെ മനസ്സിലാകുന്നു, കുറേ ചാടുന്നു, തുള്ളുന്നു. ഇത് യഥാർത്ഥത്തിൽ
ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അല്ലെങ്കിൽ ദൈവവചനത്തിൽ പറയുന്നതിൻ്റെ വ്യവസ്ഥയ്ക്കകത്തുള്ളതല്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, കർത്താവേ, ഈ ജനം അങ്ങയുടെ വചനം തിരിച്ചറിഞ്ഞു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്നൊക്കെ ഇവർ പറയുമ്പോൾ തന്നെ കർത്താവെ, സത്യത്തിലായിരുന്ന മതം വിട്ട് വേറൊരു മതത്തിൽ കയറി എന്നുള്ളതല്ലാതെ അവർ കാണുന്നുണ്ട്, പക്ഷേ മനസ്സിലാക്കുന്നില്ല, കേൾക്കുന്നുണ്ട്, പക്ഷേ ഗ്രഹിക്കുന്നില്ല, മനം തിരിയുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവം അവരെ സൗഖ്യമാക്കുന്നില്ല. എൻ്റെ കർത്താവ്, ഇന്ന് കേരളത്തിലെ വിശ്വാസികളിൽ നല്ലൊരു ശതമാനം രോഗികളാണ്, നല്ലൊരു ശതമാനം കടബാധ്യതയിലാണ്, നല്ലൊരു ശതമാനം വിവിധങ്ങളായ പ്രശ്നങ്ങളിലാണ്. ദൈവം സൗഖ്യമാക്കാത്തതാണ് അതിൻ്റെ കാരണം എന്ന് ആ വ്യക്തികൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതിന് ദൈവം അവരുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കണമേ. ദൈവത്തിൻ്റെ വചനം കേട്ട് ഗ്രഹിച്ച് സൗഖ്യം ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതിനാകുവാൻ ദൈവം ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ കേൾക്കുന്ന ഓരോരുത്തരെയും സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കുന്ന കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.